സമരത്തിലുള്ള ആശാപ്രവർത്തകർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് സമ്മർദ്ദവുമായി തദ്ദേശ സ്ഥാപനങ്ങൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാർ ആശാപ്രവർത്തകരെ നേരിട്ട് വിളിച്ച് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതോടെ സമരപ്പന്തലിൽ കഴിഞ്ഞ ദിവസം പകൽ ആശാപ്രവർത്തകരുടെ എണ്ണം കുറഞ്ഞിരുന്നു. അതിനിടെ സമരരംഗത്തുള്ള ആശാപ്രവർത്തകർക്ക് വേണ്ടി ഒരു സർക്കാർ എന്ന നിലയിൽ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്തുവെന്നും ഇനി അതിനില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രവർത്തകർ അദ്ദേഹത്തിന് നേരിട്ട് നിവേദനം നൽകിയത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തൊഴിൽ മന്ത്രി എന്ന നിലയിൽ തന്നെ വന്നു കണ്ട് അവർ നിവേദനം നൽകിയിരുന്നു. വിഷയത്തിൽ ആരോഗ്യമന്ത്രി 3 തവണ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആശാപ്രവർത്തകർ തിരികെ ജോലിക്കെത്താൻ പുതിയ നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്നതാവാമെന്നും അധികൃതർ അറിയിച്ചു. സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശപ്രകാരം 3 മാസം തുടർച്ചയായി 500 രൂപയെങ്കിലും ഇൻസെന്റീവ് ലഭിച്ചില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്നതിനാൽ ചിലർ താൽക്കാലികമായി തിരികെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. രാവിലെ ജോലിക്ക് കയറിയ അവർ വൈകുന്നേരം സമരപ്പന്തലിൽ തിരിച്ചെത്തി. ഒരു ദിവസത്തെ ജോലിക്ക് ശേഷം അടുത്ത ദിവസം സമരരംഗത്ത് എത്തിയവരുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു.